പരിവാഹൻ പോർട്ടലിലെ വിവരങ്ങൾ ചോർന്നിരുന്ന ടെലിഗ്രാം ബോട്ടിന്റെ പ്രവർത്തനം നിലച്ചു. ന്യൂസ് മലയാളം ഇത് സംബന്ധിച്ച വാർത്ത നൽകിയതിന് പിന്നാലെയാണ് നടപടി. പൗരന്മാരുടെ ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇതേ ബോട്ടിലൂടെ പുറത്തുവിടാൻ ശ്രമം നടന്നതിന് ഇടയിലാണ് ഇതിന്റെ പ്രവർത്തനം നിലച്ചത്. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ പോർട്ടലിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് മലയാളമായിരുന്നു. ഡാറ്റ ചോർച്ചയിൽ ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാനോ ചോർച്ച തടയാനോ കേന്ദ്ര ഗതാഗത IT വകുപ്പുകളോ സൈബർ സുരക്ഷാ വിഭാഗങ്ങളോ തയ്യാറായിരുന്നില്ല. വാർത്ത നൽകി 4 ദിവസത്തിന് ശേഷം നിയമവിരുദ്ധ ബോട്ടിന്റെ പ്രവർത്തനം നിലച്ചു. ഈ വാർത്തയും ആദ്യം പുറത്തുവിടുന്നതും ന്യൂസ് മലയാളമാണ്. പരിവാഹൻ പോർട്ടലിൽ വാഹനത്തിന്റെ നമ്പർ നൽകിയാൽ വാഹനത്തിന്റെ മാത്രമല്ല ഉടമയുടെ സ്വകാര്യ വിവരങ്ങളും ഈ ടെലിഗ്രാം ബോട്ടിലൂടെ ലഭിക്കുമായിരുന്നു. ഒരു വ്യക്തിക്ക് 2 തവണ സൗജന്യമായി ഈ വിവരങ്ങൾ ലഭിക്കും. പിന്നീട് UPI വഴി പണമടച്ചാൽ ആധാർ അടക്കമുള്ള കൂടുതൽ സ്വകാര്യ വിവരങ്ങൾ ബോട്ടിലൂടെ ലഭിക്കുന്ന സംവിധാനവും ഹാക്കർമാർ ഒരുക്കി. 2023 പരിവാഹനിലെ ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാബേസ് 1 വർഷം മുൻപാണ് ഹാക്കർമാർ ചോർത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകിക്കൊണ്ടാണ് വാർത്തയുടെ ആധികാരികത പരിശോധിച്ചത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാറിന്റെ മുഴുവൻ വിവരങ്ങളും നിയമവിരുദ്ധ ബോട്ടിൽ നിന്നും ലഭ്യമായിരുന്നു. ന്യൂസ് മലയാളം വാർത്ത നൽകി 24 മണിക്കൂറിനുള്ളിൽ 35,000 വരിക്കാരായിരുന്നു ടെലിഗ്രാം ബോട്ടിലെത്തിയത്. 1 മാസം മുൻപാണ് ബോട്ടിന്റെ പ്രവർത്തനം തുടങ്ങിയത്. സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് ഡാറ്റ ചോർച്ച തെളിയിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.